ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ എല്ലാവരും കാണുന്നത് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. അങ്ങനെയുള്ള കുറച്ചും കൂടി വീഡിയോസും കാര്യങ്ങളും പുതിയതൊക്കെ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ആയിരിക്കും അത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് ഇന്ന് രാവിലെ എടുത്തൊരു ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് പറയുന്നത്. ആക്ച്വലി ഇന്നലെ തൊട്ട് ഞാൻ ഈ ചാർട്ട് നോക്കി എല്ലാം അനലൈസ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇന്നലെ തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു ആ ഒരു എൻട്രി ചെയ്യാന്നുള്ളത്. പക്ഷെ ഇന്ന് രാവിലെയാണ് ആ ഒരു എൻട്രി പോയിന്റിലേക്ക് മാർക്കറ്റ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്താണ് ഇത്. ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ടുള്ള വലിയ നിങ്ങൾ വിചാരിക്കുന്ന റോക്കറ്റ് സയൻസ് ഉപയോഗിച്ചിട്ട് ഒന്നും ചെയ്ത കാര്യമല്ല. വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് എല്ലാം മനസ്സിലാക്കാൻ പറ്റിയ ചെറിയ എന്താ പറയുക, മിനിമലായിട്ടെല്ലാം യൂസ് ചെയ്തിട്ട് സാധാ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വെച്ചിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാനത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഈ ട്രേഡ് എടുത്തേക്കുന്നത് ETH/USDT-യിലാണ്. എന്ന് വെച്ചാൽ ഏതേറിയം എന്നൊക്കെ പറയും. ക്രിപ്റ്റോയിലാണ് ചെയ്തേക്കുന്നത്. കാരണം ഇന്ന് സൺഡേ ആണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ. ആക്ച്വൽ ടൈം ഏകദേശം ഒരു 3 മണി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ ക്രിപ്റ്റോയിൽ ചെയ്യുന്നതിൽ ആകെ ഒരു ബെനിഫിറ്റ് മീൻസ് ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിലും അപേക്ഷിച്ചിട്ട് 24/7 ആണ്. എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഹോളിഡേയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഫ്രീ ആയിട്ട് എപ്പോൾ നമ്മൾ ആ ടൈമിൽ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാവരും കണ്ടോ, ഇതൊരു അപ് ട്രെൻഡിങ് മാർക്കറ്റാണ്. കണ്ടാൽ ഒരു ഹൈ, ഒരു ലോ, ഒരു ഹൈ, ഒരു ലോ, ഹൈ, ലോ, ഹൈ, ലോ, ഹൈ, ലോ. ഇങ്ങനെയാണ് ഈ മാർക്കറ്റ് ഓൾറെഡി പോകുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓൾമോസ്റ്റ് ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു ഹയർ ഹൈസും ഹയർ ലോസും ക്രിയേറ്റ് ചെയ്യുന്നതാണ് അപ് ട്രെൻഡിങ് മാർക്കറ്റാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് സംശയമില്ല. അപ്പോൾ നമ്മളെന്താ ചിന്തിക്കേണ്ടത്, നമുക്കൊരു ബൈ ആണ് ഇനി പോകേണ്ടത്. ഒരു അപ് ട്രെൻഡിങ് മാർക്കറ്റ് നമ്മൾ എപ്പോഴും ട്രെൻഡിൻ്റെ കൂടെ ആയിരിക്കണം നോക്കുന്നത്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇന്നലെ രാത്രി കാണുമ്പോഴാണ് ഏകദേശം ഈ ഒരു പാറ്റേൺ ആണ് ഫോം ചെയ്ത് ഇത്ര എത്തിയതാണ്. ഏകദേശം ഇവിടെയാണ് എത്തിയത്. നോക്കുമ്പോൾ എന്താ, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, അടുത്ത ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞവിടെ എന്നുവെച്ചാൽ ഈ പ്രീവിയസ് ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. ഓൾറെഡി പ്രൈസ് ഓൾറെഡി മുകളിലോട്ട് പോയിട്ടുണ്ട്. എന്തായി, ഇതൊരു പുതിയൊരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്ത്, ഇവിടെ ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തു. അതായത് പ്രീവിയസ് ഹൈ, അതിവിടെ അവിടെ താഴോട്ട് വന്നത് പ്രീവിയസ് ലോ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. നമ്മളെന്താ ഹയർ ഹൈസും ഹയർ ലോസും അല്ല വേണ്ടേ. ഒരു ഹൈ ആയി, ലോ ആയി, അടുത്ത ഹൈ ആയി, അടുത്തൊരു ലോ. ഈ ലോ എന്തെങ്കിലും ബ്രേക്ക് ചെയ്തപ്പോൾ ഏതെങ്കിലും ഒരു ലോ വെച്ചിട്ട് തിരിച്ച് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. എക്സ്പെക്ടേഷൻ പോലെ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെ കുറച്ചിത് നോക്കിയപ്പോഴാണ് വളരെ സിമ്പിളായിട്ട് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയ. ഓർഡർ ബ്ലോക്ക് എന്താ വെച്ചാൽ ഇവിടെ കണ്ടോ, ഈ ക്യാൻഡിലും ബിറ്റ്വീൻ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, ഇവിടെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. വെച്ചാൽ ഇംബാലൻസ് അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ പ്രൈസിൽ ഇൻഎഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ സ്മാർട്ട് മണിക്കൊന്നും എന്താ പറയുക, ഈ ഇംബാലൻസും അതുപോലെ ഇൻഎഫിഷ്യൻസി ഒന്നും ഇഷ്ടമല്ല. അവരൊക്കെ അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് മാർക്കറ്റിനെ ഉപയോഗിക്കാറുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് അറിയുന്നത് വെച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് ട്രേഡ് ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് ലോസും ഉണ്ടാവും, അതുപോലെ ടാർഗറ്റും ഹിറ്റ് ആവുന്ന ചാൻസസ് ഉണ്ടാവാറുണ്ട്. സ്റ്റോപ്പ് ലോസ് പഠിക്കും, അതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിം. ബാക്കി പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെ ഞാൻ എൻട്രി പ്ലാൻ ചെയ്തപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ നോക്കിയപ്പോൾ ഈ ഒരു ഏരിയ ആവേണ്ടത്. ഞാൻ ഓൾറെഡി എൻട്രിയും സ്റ്റോപ്പ് ലോസും രാവിലെ ഹിറ്റായിരുന്നു. ഞാൻ ഓൾറെഡി ഇത് പ്ലേസ് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഓൾറെഡി ഈ ഒരു ഏരിയയിൽ ഒരു എൻട്രി പോയിന്റ്, അതിൻ്റെ ജസ്റ്റ് ഈ ഒരു ഏരിയയിലായിട്ട് ഞാൻ ബൈ ഓൾറെഡി പ്ലേസ് ചെയ്ത് വെച്ചു. സ്റ്റോപ്പ് ലോസും കീപ്പ് ചെയ്തു, ടാർഗറ്റും ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ ഇത്രയും സമയം വെയിറ്റ് ചെയ്തിട്ട് അവിടെ 12:30 വരെ ഞാൻ നോക്കിയിട്ടും ഈ ഒരു ഏരിയ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അതാ നമ്മളവിടെ എത്താത്തതുകൊണ്ട് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനും പോയിട്ടില്ല. ഓക്കെ, അങ്ങനെ ഇന്ന് രാവിലെ എഴുന്നേറ്റു. ഞാനൊരു സ്ഥലം വരെ പോകാൻ നിൽക്കായിരുന്നു. അങ്ങനെ രാവിലെ എഴുന്നേറ്റു, ഡ്രസ്സൊക്കെ ചെയ്തു, മാറ്റി പുറത്ത് വണ്ടി എടുത്ത് ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ജസ്റ്റ് ചാർട്ട് എടുത്ത് നോക്കിയത്. അപ്പോൾ നോക്കിയപ്പോൾ എന്താ, ഏകദേശം ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തായിരുന്നു. ആ ഓർഡർ ഞാൻ ഒന്നുകൂടി എൻ്റെ റിസ്ക് റിവാർഡും എല്ലാം ചെയ്തു, സ്റ്റോപ്പ് ലോസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തു, അതുപോലെ ടാർഗറ്റും ഫിക്സ് ചെയ്തു. ഇവിടെ ഓർഡറിൽ ഓൾറെഡി എക്സിക്യൂട്ടായി. ഇത് കഴിഞ്ഞാൽ ഞാൻ ഫോണെടുത്ത് പോക്കറ്റിൽ വെച്ചു. പിന്നെ ഞാൻ നോക്കിയിട്ടില്ല.
പിന്നെ വീട്ടിലെത്തിയിട്ട് ഞാൻ നോക്കിയപ്പോഴാണ് കാണുന്നത് ടാർഗറ്റ് ഹിറ്റായി കിടക്കുന്നത്. ഓക്കെ, സിമ്പിളാണ്. ഒരു ഹൈസും ഹയർ ലോസും ഉണ്ടാകുന്നത് ആക്കിക്കൊണ്ട് പോകുന്നത് ട്രെൻഡി മാർക്കറ്റിൽ ഈ ഒരു ഏരിയയിൽ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയയിൽ ഞാൻ എൻ്റെ എൻട്രിയും സ്റ്റോപ്പ് ലോസും 1:2 ആണ് സാറിന് വെക്കാറ്. ഇപ്പോൾ 1:3 ഉണ്ട് അറൗണ്ട്. കാരണം പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന ഓൾറെഡി എനിക്ക് ട്രെൻഡി മാർക്കറ്റായിട്ട് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന ഓൾറെഡി അറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ബ്രേക്ക് ഡൗൺ. ഓർഡർ ബ്ലോക്ക്, പ്യുവർ ഓർഡർ ബ്ലോക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് ഈ ഒരു ഏരിയ. വേറെ വലിയ കാര്യങ്ങളോ വലിയ ടെക്നിക്സോ അല്ലെങ്കിൽ ഇതിൻ്റെ മേലെ എന്താണെന്നുള്ളതൊന്നും ഞാൻ നോക്കിയില്ല. സിമ്പിളായിട്ടാണ്. പിന്നെ അത് നോക്കുമ്പോൾ അവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടന്നു. ഇതിൻ്റെ പ്രൈസ് നല്ലൊരു ഹൈ വീണ്ടും ക്രിയേറ്റ് ചെയ്തു. നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടായി. അപ്പോൾ സ്ഥിരമായിട്ട് ഒരു 1-2 സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് നോക്കുക. ഒരു 3 months വരെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരേ തന്നെ ചെയ്തുകൊണ്ടിരുന്നാലും നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. അതിനനുസരിച്ച് ചെയ്ത് പഠിക്കുക. ഞാൻ അത്രയൊന്നും പറയാനുള്ളൂ. ഇപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ചെയ്താൽ ഇനിയും ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ആവും. ഓക്കെ, എന്തെങ്കിലും കുറ്റങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ശരിയാക്കാൻ ശ്രമിക്കാം. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.